ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ എ പീസ് ഓഫ് കേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കേക്കിൻ്റെ പീസ്, കഷ്ണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് എലിഫൻസിൻ്റെ കഥയാണ്. നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, കുറേ ആനകളുടെ തുമ്പിക്കൈ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ലെസണിലേക്ക് പോവാം. പേജ് നമ്പർ 30 നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ മദർ എലഫൻറ്റ് ലുക്ക്ഡ് സാഡ്. എന്താ പറയുന്നത്? മദർ എലഫൻറ്റ്. എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആനയാണ് അല്ലേ. മദർ എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയാനയാണ്. ലുക്ക്ഡ് സാഡ്. അപ്പോൾ മദർ എലഫൻറ്റ് എന്താണ്? വളരെ സാഡാണ്, ദുഃഖിതയാണ് എന്നാണ് പറയുന്നത്. വൈ ഈസ് ദ മദർ എലഫൻറ്റ് സാഡ്? ഈ ഒരു ചോദ്യം കുട്ടികളോട് ചോദിക്കാനുള്ളതാണ്. എന്തുകൊണ്ടാണ് മദർ എലഫൻറ്റ് ദുഃഖിതയായി ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മദർ എലഫൻറ്റ് എന്താ പറയുന്നത് നോക്കാം. ഐ എം വെരി ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിച്ച എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഐ എം വെരി ഫാറ്റ് എന്ന് പറയാണ് ആര്? മദർ എലഫൻറ്റ്, അതായത് അമ്മയാണ്. എനിക്ക് നല്ല തടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല തടിച്ചിട്ടാണ് എന്നുള്ള ദുഃഖത്തോടു കൂടി അമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ ഒരു ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ? സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഇവിടെ 2 ആനക്കുട്ടികളെ കാണുന്നുണ്ട് അല്ലേ. അവരെന്താ പറയുന്നത് നോക്കാം. ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ആനക്കുട്ടി പറയുകയാണ് എന്താണ്? അത്ര തടിച്ചിട്ടൊന്നും അല്ല, നോട്ട് ടു ഫാറ്റ്, കൂടുതൽ തടിച്ചിട്ടൊന്നും അല്ല എന്ന് പറയുകയാണ്. ഇനി ഇവിടെ ഏറ്റവും ചെറിയൊരു ആനക്കുട്ടി ഉണ്ടല്ലേ, ആ ആനക്കുട്ടി എന്താ പറയുന്നത്? ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. എന്താ പറയുന്നത്? നോക്കൂ, അമ്മയ്ക്ക് ഫാറ്റ് ബെല്ലി ഉണ്ട്, അതായത് അമ്മയ്ക്ക് വയറ്റിൽ ഫാറ്റ് ഉണ്ട്, അതായത് വയറ് ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വയറിന് നല്ല തടിയുണ്ട് എന്നാണ് ഈ ഒരു കുഞ്ഞാനക്കുട്ടി പറയുന്നത്. അപ്പോൾ ഈ 2 പേരും ഈ അമ്മയാനയുടെ മക്കളാണ്. ഇനി അവരെന്താ പറയുന്നത് നോക്കാം. യു ആർ ക്യൂട്ട് ടു. അപ്പോൾ അമ്മ ക്യൂട്ടാണ്, അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ തടിച്ചിട്ടായതുകൊണ്ട് അമ്മ വളരെ സാഡാണ് അല്ലേ. അമ്മയ്ക്ക് എന്താണ്? ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഒരുപാട് തടിയുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ മക്കൾ സമാധാനിപ്പിക്കുകയാണ് അല്ലേ, ഓരോന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മേനോട് ഈ കുട്ടി എന്താ പറയുന്നത്? യു ആർ ക്യൂട്ട് ടു. അമ്മേനെ കാണാൻ നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ കുഞ്ഞാനക്കുട്ടി പിന്നെ എന്താ പറയുന്നത്? മോം യു ആർ സ്ട്രോങ്. അമ്മ എന്താണ്? സ്ട്രോങ് ആണ്. അപ്പോൾ എന്താണ്? അമ്മയ്ക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് ഒരാൾ പറയുന്നു അമ്മേനെ കാണാൻ. വേറെ ഒരാൾ എന്താ പറയുന്നത്? അമ്മ നല്ല സ്ട്രോങ് ആണെന്നും പറയുന്നു. അപ്പോൾ നല്ല മക്കളാണല്ലേ. അമ്മയ്ക്ക് സങ്കടം വന്നപ്പം അമ്മേനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഓക്കെ, ദ മദർ എലഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഭാത ഭക്ഷണം, അതായത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം. നമ്മളെന്താണ്? ഇഡ്ഡലി, ദോശ, പത്തിരി, അട, അങ്ങനെ പലതുമാണ് നമ്മൾ രാവിലെ കഴിക്കുക അല്ലേ. അപ്പോൾ ആ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ദ മദർ എലിഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയാണ് എന്തുണ്ടാക്കി? രാവിലത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്തു. കം ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഷീ കോൾഡ് ഔട്ട്. അപ്പോൾ അമ്മ മക്കളെയൊക്കെ വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ. കം ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വരൂ, കം എന്ന് പറഞ്ഞാൽ വരൂ, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്, എല്ലാവരും വരുമെന്ന് അമ്മ പറയാണ്. ഷീ കോൾഡ് ഔട്ട്. അപ്പോൾ അമ്മ എല്ലാവരോടും ഉറക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അവരെന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. കുട്ടികളോട് ചോദിക്കട്ടെ, അവരെ പിക്ചറൊക്കെ നോക്കി പറയട്ടെ. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. വാട്ട് ഇറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം ആസ്റ്റ് ലുക്ക്. അപ്പോൾ ലുക്ക് എന്ന് പറയുന്നത് ഒരു മകൻ്റെ പേരാണ്. അപ്പോൾ അവൻ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് കഴിക്കാനുള്ളത് എന്താണ് അമ്മേന്ന് ചോദിക്കുകയാണ്. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് പറയുന്നത്? കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തേങ്ങ അല്ലേ, നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്? ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പാണ് കേട്ടോ. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എന്താ പറയുന്നത്? ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് കോക്കനട്ടും അതേപോലെ ഷുഗർ കെയിനും ആണ്. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ഇനി എന്താണ്? കേക്കും ബിസ്ക്കറ്റും ഒന്നും തരില്ല. ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് മുതൽ എന്താണ്? നമുക്ക് കേക്ക്സും ബിസ്ക്കറ്റും ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. സെഡ് ദ മദർ എലഫൻറ്റ്. അപ്പം അമ്മ ആന അങ്ങനെ പറഞ്ഞു. എന്താണ്? ഇന്ന് മുതൽ കേക്കും ബിസ്ക്കറ്റും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ബട്ട് വൈ? ദ ബേബി എലഫൻറ്റ് ആസ്ക്ഡ് സാഡ്ലി. എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട്? വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ദ ബോയ് എലഫൻറ്റ്
ആസ്ഡ് സാഡ്ലി. ആ ഒരു ആനക്കുട്ടി എന്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബിസ്ക്കറ്റും അതേപോലെ കേക്കും ഒന്നും തരാത്തതെന്ന് വളരെ ദുഃഖത്തോടു കൂടി അമ്മേനോട് ചോദിക്കുകയാണ്. വി ആർ ഓൾ ഫാറ്റ്, വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. അപ്പം അമ്മ എന്താ പറയുന്നത്, വി ആർ ഓൾ ഫാറ്റ്, നമുക്കെല്ലാവർക്കും നല്ല തടിയുണ്ട്, നമ്മളെല്ലാവരും നല്ല തടിച്ചിട്ടാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച്. നമ്മൾ എന്ന് മുതൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഈറ്റ് ലെസ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച്. നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം, കുറച്ച് ഭക്ഷണം കഴിക്കണം. എന്നിട്ടോ ആൻഡ് വർക്ക് മോർ, എന്നിട്ട് കൂടുതൽ ജോലി ചെയ്യണം. വർക്ക് മോർ, കൂടുതൽ ജോലി ചെയ്യണം. ദ മദർ റിപ്ലൈഡ്, അമ്മ മറുപടി പറഞ്ഞു. വിൽ ദേ എഗ്രി വിത്ത് മോം? ഇത് കുട്ടികളോടുള്ള ചോദ്യമാണ്. അവർ അവരുടെ അമ്മ പറയുന്നതിനോട് എഗ്രി ചെയ്യുമോ, അവരനുസരിക്കുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കുട്ടികൾ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ദ എലഫൻറ്റ് കിഡ്സ് വെൻറ്റ് ടു സ്കൂൾ. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ ഈ എന്താണ്, ആനക്കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇൻ ദ ഈവനിങ് ദേ കെയിം ബാക്ക് ഹോം. അപ്പം വൈകുന്നേരം, ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അല്ലേ, വൈകുന്നേരം ആയപ്പോൾ അവരൊക്കെ ദേ കെയിം ബാക്ക് ഹോം, വീട്ടിലേക്ക് തിരിച്ചു വന്നു. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? നിങ്ങൾ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം സാധാരണ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇത് കുട്ടികളോടുള്ളതാണ്. അവർ വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് ചെയ്യട്ടെ കേട്ടോ. മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ ആസ്റ്റ് ബ്രൗൺ ദ എൽഡസ്റ്റ്. എൽഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തയാളാണ്. എന്താണ് മൂത്തയാളുടെ പേര്? ബ്രൗൺ എന്നാണ് പേര്. ബ്രൗൺ എന്താ ചോദിച്ചത്, മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അമ്മേ ഞങ്ങൾ TV കണ്ടോട്ടെ, ടെലിവിഷൻ കണ്ടോട്ടെ എന്ന് ബ്രൗണ് ചോദിക്കുകയാണ്, മൂത്ത കുട്ടി. നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. അപ്പോൾ അമ്മ പറയാണ്, ഇല്ല സമയമില്ല മക്കളെ, പുട്ട് യുവർ ബാഗ് ഡൗൺ ആൻഡ് ഫോളോ മീ. നിങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് എന്നെ ഫോളോ ചെയ്യൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറയാണ്. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ ഓടാൻ പോവുകയാണ്. എന്തിനാണ്? തടി കുറയ്ക്കാനായിരിക്കും അല്ലേ. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. നോക്ക് നമ്മൾ എന്താണ് ഗെറ്റിംഗ് പ്രിറ്റി ഹെവി, അതായത് നമ്മൾ തടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നല്ല തടിയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓടാൻ പോകുന്നത്, മെലിയാനായിട്ട് കേട്ടോ. സെഡ് ദ മദർ എലഫൻറ്റ്. ആരാ പറഞ്ഞത്? അമ്മ എലഫൻറ്റ് പറഞ്ഞു. ദേ വെൻറ്റ് ഫോർ എ ജോഗ്. അപ്പോൾ അവർ ഒരു ജോഗിങ്ങിന് പോയി. ജോഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോഗിങ് എന്ന് പറഞ്ഞാൽ എക്സസൈസാണ്, ഓടുന്നതാണ്. ഓടുന്നതെന്ന് വെച്ചാൽ വളരെ സ്പീഡിലല്ല, വളരെ സ്ലോയിലും അല്ല, എങ്കിലും മീഡിയത്തിലായിട്ട് അത്യാവശ്യം ശരീരമൊക്കെ ഇളകുന്ന രീതിയിൽ ഇങ്ങനെ ഓടുന്നു. അതാണ് ജോഗിങ്. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? എവിടെയാണ് ആളുകൾ ജോഗിങ്ങിനൊക്കെ പോവുക എന്നാണ് ചോദ്യം. നമ്മൾ കാണാറില്ലേ ആളുകൾ എങ്ങോട്ടൊക്കെയാണ് പോവുക? പാർക്കിൽ പോവുക അല്ലേ. അതേപോലെ റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ ആളുകൾ ഫുട്പാത്തിലൂടെയും ഒക്കെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. ബീച്ചിലൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ദ ഫാമിലി കെയിം ബാക്ക് ആഫ്റ്റർ എ റൺ. അപ്പോൾ എന്താണ്, ഓട്ടമൊക്കെ കഴിഞ്ഞ് ആ ഒരു കുടുംബം തിരിച്ച് വീട്ടിലേക്ക് എത്തി. ദ കിഡ്സ് വർ ടയേർഡ്. അപ്പോൾ എന്താണ്, കുട്ടികളെല്ലാം, അതായത് ആനക്കുട്ടികളൊക്കെ എന്താണ്, ടയേർഡാണ്, അവരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. ദ കിഡ്സ് ആർ ടയേർഡ്. അപ്പോൾ കുട്ടികളൊക്കെ എന്താണ്, ക്ഷീണിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ദ മദർ ഗീവ് ടു ദം? എന്താണ് അമ്മ അവർക്കിനി കൊടുക്കുന്നുണ്ടാവുക? അവർക്ക് കഴിക്കാനായിട്ട് എന്തായിരിക്കും അമ്മ കൊടുക്കുക എന്നാണ് ചോദ്യം. അത് കുട്ടികളെ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ഈസ് ടീ റെഡി മോം ആസ്റ്റ് ഡെല്ല. ഡെല്ല എന്ന് പറയുന്നത് മകളാണ്. അപ്പം ഡെല്ല എന്താ ചോദിക്കുന്നത്? ഈസ് ടീ റെഡി മോം? അമ്മേ ചായ റെഡി ആയോ എന്ന് ചോദിക്കുകയാണ്. നോ ടീ ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് സെഡ് ദ മോം. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ടീ ടുഡേ, ഇന്നെന്താണ് ചായയൊന്നും ഇല്ല. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്. ബിറ്റർ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൈപ്പക്ക അല്ലേ. അപ്പോൾ കൈപ്പക്കയുടെ ജ്യൂസാണ് നമുക്കിപ്പോൾ കുടിക്കാനുള്ളത്. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്. നമുക്ക് ബിറ്റർ ഗോഡിൻ്റെ ജ്യൂസ് കുടിക്കാം, കൈപ്പക്കയായിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് ആര് പറയാണ്? സെഡ് ദ മോം. മോം പറഞ്ഞു. ഓ മൈ ഗോഡ്, ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. അപ്പം എന്താണ്, ഡെല്ല ഓ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ തലയാണ് അല്ലേ, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകളാണ്. അപ്പോൾ ഡെല്ല അവളുടെ കൈകൾ എന്താണ്, തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പറയാണ് എൻ്റെ ദൈവമേ എന്ന്. എന്തുകൊണ്ടാണ്? കൈപ്പക്ക ജ്യൂസ് ആരെങ്കിലും കുടിക്കുമോ? എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടാവുമോ? ഇല്ല അല്ലേ. വാട്ട് ഈസ് റോങ് വിത്ത് മോം ആസ്റ്റ് ദ ബേബി എലഫൻറ്റ്. അപ്പോൾ ബേബി എലഫൻറ്റ് ചോദിക്കുകയാണ്, എന്താണ് അമ്മയ്ക്ക് പറ്റിയത്? വാട്ട് ഈസ് റോങ് വിത്ത് മോം? വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്? വൈ? അപ്പോൾ കുട്ടികൾക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് ഇഷ്ടാവുമോ? കൈപ്പക്ക ജ്യൂസ് ഇഷ്ടാവുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? കൈപ്പക്കയ്ക്ക് കയ്പ്പാണ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ ജ്യൂസ് ആലോചിച്ച് നോക്കിയേ, കുടിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ഇഷ്ടാവുമോ? ഇല്ല അല്ലേ.
ദ കിഡ്സ് വെൻ ടു ദെയർ സ്റ്റഡി റൂം. അപ്പോൾ കുട്ടികളൊക്കെ എന്താണ് അവരുടെ സ്റ്റഡി റൂമിലേക്ക് പോയി. വെൻ്റ് എന്ന് പറഞ്ഞാൽ പോയി. ദേ ഓൾ വർ ഹംഗ്രി. അപ്പോൾ അവർക്കൊക്കെ എന്താണ് വിശപ്പുണ്ടായിരുന്നു, അവരൊക്കെ വിശന്നിരിക്കുകയാണ്. വെർ ഹാസ് ദ ഫാദർ എലഫൻറ്റ് ഗോൺ. അപ്പം എവിടേക്കാണ് ഫാദർ എലിഫൻറ്റ് പോയതെന്നാണ് ചോദ്യം. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. അപ്പം എന്താണ് വൈകുന്നേരം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. അപ്പോൾ അച്ഛനാന എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. അപ്പം സ്വിച്ച്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓൺ ആക്കുക അല്ലേ. ടെലിവിഷൻ ടി വി ഓൺ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ലേ ഓൺ ദ സോഫ. സോഫയിൽ അങ്ങനെ കിടന്നു. ലേ എന്ന് വെച്ചാൽ കിടക്കുക. നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. അപ്പോൾ അമ്മയാണ് എന്താ പറയുന്നത്, നോ ഡിയർ അങ്ങനെ ചെയ്യരുത്, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി ഓഫ് ചെയ്യൂ എന്ന് പറയാണ്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ് സെഡ് ദ മദർ എലിഫൻറ്റ്. അപ്പോൾ അമ്മയാണ് എന്താ പറയുന്നത്, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്, നമുക്ക് പാർക്കിൽ പോകാം, എന്നിട്ട് ഡു സം എക്സസൈസ്, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം, വ്യായാമം ചെയ്യാം എന്ന് പറയാണ്. സെഡ് ദ മദർ എലിഫൻറ്റ്. അമ്മയാണ് പറഞ്ഞു. വൈ ആസ്ക്ഡ് ദ ഫാദർ എലിഫൻറ്റ്. അപ്പോൾ ഫാദർ എലിഫൻറ്റ് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഫോർ ബിക്കമിങ് തിന്നർ ഷീ റിപ്ലൈഡ്. അപ്പോൾ അമ്മയാണ് എന്താണ് മറുപടി പറഞ്ഞത്, ഫോർ ബിക്കമിങ് തിന്നർ, മെലിയാനായിട്ട്. തിന്നറാവാൻ എന്ന് വെച്ചാൽ മെലിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്. എന്തായിരിക്കും അവർ പാർക്കിൽ ചെയ്യാന്നുള്ളതാണ് ചോദ്യം. കുട്ടികൾ ആൻസർ ചെയ്യട്ടെ കേട്ടോ. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. എക്സസൈസസ് എന്ന് പറഞ്ഞാൽ വ്യായാമങ്ങൾ അല്ലേ. മെനി എക്സസൈസസ്, ഒരുപാട് വ്യായാമങ്ങൾ ചെയ്തു ഈ ഒരു ഫാമിലി. എവറി ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ ദിവസവും. സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റ് അപ്സ്, സൈക്ലിംഗ്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട്, അതേപോലെ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ബോഡി സ്ട്രെച്ച് ആവില്ലേ, വലിയില്ലേ, അതിന് വേണ്ടിയിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ നൂർത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ്. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ കുനിഞ്ഞിട്ടും അതേപോലെ വളച്ചിട്ടും ഒക്കെ ചെയ്യില്ലേ, അതാണ് ബെൻഡിങ്. ജോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെ സ്പീഡിൽ നടക്കുക, അതാണ് ജോഗിങ്. നമ്മൾ സിമ്പിളായിട്ട് പറയാം, ഓടുകയല്ല നടക്കുകയല്ല, പക്ഷേ ബോഡി നല്ല രീതിയിൽ, അതായത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഒരു എന്താണ് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്ന രീതിയിൽ നടക്കുക, അതാണ് ജോഗിങ്. സിറ്റ് അപ്സ്, അതായത് ഇരുന്നൊക്കെയുള്ള ചെയ്യലാണ്. പിന്നെ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കുന്നത് തന്നെ ആവണമെന്നില്ല. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ജിം പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും സൈക്കിൾ ചവിട്ടുന്നത് പോലെ ഒരു സാധനം ഉണ്ടാവും, സൈക്കിൾ പോലെ നമുക്കിങ്ങനെ ചവിട്ടാൻ പറ്റും, പക്ഷെ അത് മൂവ് ചെയ്യില്ല, അങ്ങനെയാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എക്സസൈസസ് ഇവർ ഡെയിലി ചെയ്യുന്നുണ്ട്. എവറി വൺ ഗോട്ട് ടയർഡ്, എല്ലാവരും ക്ഷീണിതരായി. ബട്ട് ദർ വാസ് നോ തിന്നിങ്. പക്ഷേ അവിടെ എന്താണ്, തിന്നിങ് ഒന്നും നടക്കുന്നില്ല, ആരും മെലിയുന്നൊന്നുമില്ല. ദിസ് വാസ് നോട്ട് വർക്ക്. അപ്പോൾ ഇതെന്താണ്, ഇത് വർക്ക് ആവുന്നില്ല, ഇത് നടക്കും തോന്നില്ല. വി കനോട്ട് ബി തിന്നർ, നമുക്ക് മെലിയാനൊന്നും പറ്റില്ല. എലിഫൻറ്റ്സ് ആർ ഓൾവേസ് ഫാറ്റ് സെഡ് ലുക്ക്. അപ്പോൾ ലുക്ക് പറയാണ് എന്താണ്, ആനകൾ എപ്പോഴും എന്താണ് ഫാറ്റായിട്ട് തന്നെയാണ്, തടിച്ചിട്ട് തന്നെയാണ് അല്ലേ. നമ്മളെപ്പോഴും ആനേനെ കാണുമ്പോൾ നമുക്ക് ആന വലിയൊരു ജീവിയാണ് അല്ലേ, ആനയ്ക്ക് നല്ല തടിയുള്ളതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആന മെലിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇല്ല അല്ലേ. അല്ലെങ്കിൽ വല്ല അസുഖമൊക്കെ വന്നിട്ടായിരിക്കണം, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ആനകൾ എപ്പോഴും എന്താണ് തടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലുക്ക് അതറിയാം, ലുക്ക് പറയാണ് എന്താണ്, എലിഫൻറ്റ്സ് ആർ ഓൾവേസ് ഫാറ്റ്, എലിഫൻറ്റ് എപ്പോഴും എന്താണ് തടിച്ചിട്ട് തന്നെയാണ്. നോ വി മസ്റ്റ് ട്രൈ ഹാർഡർ സെഡ് ദ മദർ എലിഫൻറ്റ്. അപ്പം അമ്മയാണ് എന്താ പറയുന്നത്, അല്ല നമുക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം, ട്രൈ ഹാർഡർ, നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കണം എന്ന് പറയാണ്. ഷീ വൈപ്ഡ് ഹെർ സ്വെറ്റ് വിത്ത് എ ടവൽ. സ്വെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിയർപ്പാണ്, വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക. അപ്പം എന്താണ്, അമ്മയാനെ ഒരു ടവൽ വെച്ചിട്ട് അവളുടെ പിന്നെന്താണ് സ്വെറ്റ്, അതായത് വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചു. ഓക്കെ. ഡു യു ലൈക്ക് തിൻ എലഫൻറ്റ്സ്. നിങ്ങൾക്ക് മെലിഞ്ഞ ആനകളെ ഇഷ്ടമാണോ? അത് നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, കോക്കനട്ട്സ്, ബിറ്റർ ഗോട്ട്, സാലഡ്സ് എവറി ഡേ. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും എന്താണ് ഇവർ കഴിക്കുന്നത്, കോക്കനട്ട് തേങ്ങ അല്ലേ, ബിറ്റർ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈപ്പക്ക, പിന്നെ സാലഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കില്ലേ, അതാണ് സാലഡ്സ്. ദ എലഫൻറ്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. അപ്പോൾ ഈ ആനക്കുട്ടികളൊക്കെ എന്താണ്, ഗോട്ട് ഫെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടയേർഡായി, വിത്ത് ദ ഫുഡ്, ഈ ഒരു ആഹാരമൊക്കെ കഴിച്ച് അവർക്ക് മടുത്തു, അവരാകെ ടയേർഡായി. വി വോണ്ട് ടേസ്റ്റി ഫുഡ് ദേ സെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ദേ സെറ്റ് ടുഗെദർ, അവർ ഒരുമിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്, വി വാണ്ട് ടേസ്റ്റി ഫുഡ്, ഞങ്ങൾക്ക് നല്ല രുചികരമായ ആഹാരം വേണം. ദെൻ ദ ഡോർ ബെൽ റാങ്. അപ്പം എന്താണ്, ഡോറിൽ ബെല്ല് അടിച്ചു. ദ ഡോർ ബെൽ റാങ്, അപ്പം ഡോർ ബെൽ അടിച്ചു.
അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. ഹൂ ഈസ് അറ്റ് ദ ഡോർ? ആരായിരിക്കും ഡോറിൽ? ഡോർ ബെൽ അടിച്ചതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരായിരിക്കും ആ ഡോറിൽ? നമുക്ക് നോക്കാം. ദ മദർ എലഫൻറ്റ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ അമ്മ പോയിട്ട് എന്ത് ചെയ്തു? ഡോറ് ഓപ്പൺ ചെയ്തു. എന്തുകൊണ്ടാണ്? ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാരാന്ന് അറിയണ്ടേ? ഹിയർ ഈസ് എ പാർസൽ ഫോർ യു, ദ എലഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെറ്റ്. അപ്പം ഇതാ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്, വാതിലിൻ്റെ അടുത്തായിട്ട് അല്ലേ ഒരാൾ വന്നിട്ടുണ്ട്. ഒരു ഡെലിവറി ബോയ് ആവാം. അപ്പോൾ എന്താണ്, ഹിയർ ഈസ് എ പാർസൽ ഫോർ യു, ഇതാ നിങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു എലഫൻറ്റ് എന്താണ് വീടിന് മുന്നിലായിട്ട് വന്നതാണ്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ. അത് ആരുടെ അടുത്ത് നിന്നുള്ള പാർസലാണ്? ഗ്രാൻഡ്മ അല്ലേ, മുത്തശ്ശിയുടെ അടുത്ത് നിന്നുള്ള ഒരു പാർസലാണ്. വാട്ട് ഈസ് ഇൻസൈഡ്? എന്താണ് ഉള്ളിലുള്ളത്? എവ്രി വൺ സ്റ്റേർഡ് അറ്റ് ദ ബോക്സ്. സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുക. എല്ലാവരും ആ ഒരു ബോക്സിലേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കി. എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ദ ഫാദർ ഓപ്പൺ ദ പാർസൽ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ആ ഒരു പാർസൽ ഓപ്പൺ ചെയ്തു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റ്? ആ ഒരു പാക്കറ്റിനകത്ത് എന്താണ് എന്നാണ് ചോദ്യം. നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഗ്രാൻഡ്മ അയച്ച് കൊടുത്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് കുട്ടികൾ ഗസ് ചെയ്യട്ടെ. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. അപ്പോൾ എന്താണത്? ഒരു കേക്കാണ്. പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. വാവ്, എ കേക്ക്. അപ്പോൾ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. അപ്പോൾ കുട്ടികളെല്ലാവരും എന്താണ്? സന്തോഷം കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തു. എന്തുകൊണ്ടാണ്? അവർ ഇത്രയും ദിവസം എന്താ തേങ്ങയും അതേപോലെ ബിറ്റർ ഗോർഡിൻ്റെ ജ്യൂസും ഒക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അവരുടെ മുന്നിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമാവില്ലേ. അപ്പോൾ അവർ ഡാൻസ് കളിക്കും. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ലുക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് എ സ്ട്രങ്. അപ്പോൾ എന്താണ് പറയുന്നത്? വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള മണമാണ്. ലുക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് എ സ്ട്രങ്. ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പിക്കൈയാണ് കേട്ടോ. അപ്പോൾ ലുക്ക് അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ ഒരു കേക്കിൽ എങ്ങനെ ടച്ച് ചെയ്തു, തൊട്ടു. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെറ്റ്. അപ്പോൾ ഡെല്ല പറയാണ്, നോക്ക് ആ ഒരു കേക്കിൻ്റെ കളറൊന്ന് നോക്ക് എന്ന് പറയാണ്. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്, ബ്രൗൺ ആഡഡ്. അപ്പോൾ ബ്രൗൺ എന്താ പറയുന്നത്? ബ്രൗൺ എലിഫൻ്റ് ആണ് കേട്ടോ, ആനക്കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. അതിന് മുകളിൽ പൂക്കളുണ്ട് കേക്കിൻ്റെ മുകളിൽ എന്ന് പറയാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വോണ്ട് കേക്ക് നൗ, ദ ബേബി എലഫൻറ്റ് ക്രൈഡ്. അപ്പോൾ അമ്മേനോട് പറയാണ്, അമ്മേ ദയവേദി കേക്ക് ഒന്ന് കട്ട് ചെയ്തതാ, ഐ വാണ്ട് കേക്ക് നൗ, എനിക്കിപ്പോൾ കേക്ക് കഴിക്കണം. ദ ബേബി എലഫൻറ്റ് ക്രൈഡ്. ബേബി എലഫൻറ്റ് കരഞ്ഞു. ദ മദർ കെയിം നിയർ. അപ്പോൾ അമ്മ അടുത്തേക്ക് വന്നു. കെയിം നിയർ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, അടുത്ത് അല്ലെ. അപ്പോൾ അമ്മ അടുത്തേക്ക് വന്നു. ഷീ സ്മെൽഡ് ദ കേക്ക്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ആ ഒരു കേക്ക് സ്മെല്ല് ചെയ്തു, മണത്ത് നോക്കി. വാട്ട് വിൽ ദ മദർ ഡു? ഇനിയിപ്പോൾ എന്തായിരിക്കും അമ്മ ചെയ്യാൻ പോകുന്നത്? അമ്മ ഇവർക്ക് കേക്ക് കൊടുക്കുമോ? അവർ ഡയറ്റിലല്ലേ, അപ്പോൾ ഇവർക്ക് കൊടുക്കുമോ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യമ്മി ബട്ട് എവറിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ഇറ്റ്സ് യമ്മി. യമ്മി എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള അല്ലേ, രുചിയുള്ളതാണെന്ന് അമ്മ പറയും. പക്ഷേ എവറിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. അപ്പോൾ എല്ലാവരും അമ്മേനെ നോക്കി. എന്താണ് അമ്മ എന്താ പറഞ്ഞത്? നല്ല രുചിയുള്ളതൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അമ്മേനെ നോക്കിയത്. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മളിത് കഴിക്കാൻ പോകുന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്. അപ്പോൾ നമുക്കിത് ഗസ്റ്റ് വരും, അവർക്ക് വേണ്ടിയിട്ട് ഇത് എടുത്തു വെക്കാം എന്ന് പറയുന്നത്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്നുകാരല്ലേ, അവരാണ് കേട്ടോ. ദ മദർ സെറ്റ്. അമ്മ പറഞ്ഞു. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അമ്മ എന്ത് ചെയ്തെന്നിട്ട് ആ ഒരു കേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ മുഖം നോക്കിയേ, അവരാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ. വാട്ട് വിൽ ദ എലഫൻറ്റ് കിഡ്സ് ഡു നൗ? ഇപ്പോൾ ഈ ആനക്കുട്ടികളുണ്ടല്ലോ, അവരെന്തായിരിക്കും ചെയ്യാന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓൾ വർ തിങ്കിങ് അബൌട്ട് ദ സ്വീറ്റ് കേക്ക്. അതായത് എല്ലാവരും ആ ഒരു മധുരമൂറുന്ന കേക്കിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ടോക്ക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. ഹോൾ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും. ദേ ടോക്ക്ഡ് അബൌട്ട് ദ കേക്ക്. അവർ എന്താണ്, ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ആ ഒരു കേക്കിനെ കുറിച്ചാണ് ആ ഒരു ദിവസം മുഴുവൻ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. വാട്ട് വിൽ ദേ ടോക്ക് അബൌട്ട് ദ കേക്ക്? എന്തായിരിക്കും ആ കേക്കിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. എന്തായിരിക്കും? ഒരു പക്ഷേ അതിന് മുകളിലുള്ള ഫ്ലവേഴ്സിനെ കുറിച്ചും, ഫ്ലവേഴ്സിൻ്റെ കളറ്, അതിന് മധുരം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതായത് ഫ്ലവേഴ്സിന് മധുരം ഉണ്ടാകുമോ, പിന്നെ എന്താണ് അതിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, ഒരുപാട് ക്രീം ഉണ്ടാവുമോ, എങ്ങനെ ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കുമോ, ഫ്ലേവർ ഏതായിരിക്കും, ഇതൊക്കെ ആയിരിക്കുമല്ലേ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അത് കുട്ടികൾ ആൻസർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണ് ചിന്തിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. ആഫ്റ്റർ സപ്പർ ഓൾ വെൻ ടു ബെഡ്. അപ്പം സപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്താഴം, അതായത് നമ്മൾ ഒരു ദിവസം അവസാനമായിട്ട് കഴിക്കുന്ന ആഹാരം, രാത്രി കഴിക്കുന്ന ഭക്ഷണം.
അപ്പം അത്താഴത്തിന് ശേഷം ഓൾ വെൻ ടു ബെഡ്, എല്ലാവരും ബെഡിലേക്ക് പോയി, അതായത് കിടക്കാൻ പോയി, ഉറങ്ങാൻ വേണ്ടിയിട്ട്. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്, ദ ബേബി എലഫൻറ്റ് ആസ്റ്റ്. എപ്പോഴായിരിക്കും നമ്മളൊരു ഗസ്റ്റ്, ഒരു അതിഥി വിസിറ്റ് ചെയ്യുക, നമ്മളെ കാണാൻ വരിക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് ബേബി എലഫൻറ്റ് ചോദിച്ചു. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്, ബ്രൗൺ ആസ്റ്റ്. അപ്പോൾ ബ്രൗൺ ചോദിക്കുകയാണ്, എന്തുകൊണ്ട്, എന്തിനാണ് നിനക്കിപ്പോൾ ഒരു ഗസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് എന്ന് ചോദിക്കുന്നു. മോം വിൽ കട്ട് ദ കേക്ക് ദെൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അമ്മ കേക്ക് കട്ട് ചെയ്യുള്ളൂ, സെറ്റ് ദ ബേബി എലഫൻറ്റ്. ബേബി എലഫൻറ്റ് പറഞ്ഞു. ഇറ്റ് ഇസ് എ സ്പഞ്ച് കേക്ക്, ലുക്ക് സെറ്റ്. അതൊരു സ്പഞ്ച് കേക്കാണ് എന്ന് ആര് പറയാണ്, ലുക്ക് പറയാണ്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര കൊണ്ടാണ്, ഷുഗർ കൊണ്ടാണ്. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. ലിപ്സ് എന്ന് പറഞ്ഞാൽ ചുണ്ടുകളാണ് അല്ലേ. ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മധുരം നുണയില്ലേ, ചുണ്ടിലിങ്ങനെ നക്കിയിട്ട്, അതാണ് പറയുന്നത്. ആരാണ് അങ്ങനെ ചെയ്യുന്നത്, ഡെല്ലയാണ് കേട്ടോ. എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. എല്ലാവരും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, കേക്കിനെ കുറിച്ച്. എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്, എല്ലാവരും കേക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ദേ കുഡിൻ സ്ലീപ്പ്, അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കുഡിൻ സ്ലീപ്പ്, അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക കേട്ടോ. വിൽ ദ മദർ ഗീവ് ദം ദ കേക്ക്, അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമോ. അപ്പോൾ അത് കുട്ടികൾ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ദ മദർ എലഫൻറ്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. ഈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യം അല്ലെങ്കിൽ ആകാംക്ഷ ആണ്. അപ്പം എന്താണ്, അമ്മ ആനയ്ക്കും വളരെ താല്പര്യമുണ്ട് ഈ ഒരു കേക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്, കഴിച്ച് നോക്കാനായിട്ട്. അതാ പറയുന്നത്. ദ മദർ എലഫൻറ്റ് ടു വാസ് ഈഗർ. ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയാനയ്ക്കും എന്താണ്, ഈ ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്, ഈ ഒരു കേക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യമുണ്ട്. അറ്റ് മിഡ് നൈറ്റ്, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി. അപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ ഷീ ഗോട്ട് അപ്പ്, അമ്മയാന എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ് ഷീ തോട്ട്. അപ്പോൾ അമ്മയാന ചിന്തിച്ചു, എല്ലാവരും ഉറങ്ങുകയാണ്. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. അപ്പോൾ അമ്മയാന എന്ത് ചെയ്തു, ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി. ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്തു, നടന്നു. എങ്ങോട്ടാണ് നടന്നത്, ടു ദ കിച്ചൺ, കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് നടന്നു. സ്ലോലി, പതിയെ. ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ്, അമ്മ എന്ത് ചെയ്തു, ആ ഒരു ഫ്രിഡ്ജ് തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്, ആ പാക്കറ്റ് പുറത്തേക്ക് എടുത്തു. വാവ്, വാട്ട് എ സ്വീറ്റ് സ്മെൽ, എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്, അമ്മയാൻ എന്ത് ചെയ്തു, അവരുടെ കണ്ണുകൾ അടച്ചു. ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. അതേപോലെ ആ ഒരു കേക്കിൻ്റെ സ്മെല്ല്, അതിൻ്റെ മണം ഇങ്ങനെ എൻജോയ് ചെയ്യാണ്, ആസ്വദിക്കുകയാണ്. ഹെർ മൗത്ത് വാട്ടേർഡ്. മൗത്ത് വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം വരില്ലേ നമുക്ക്, എന്താണ്, അത് കഴിക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് നമുക്ക് വായിൽ വെള്ളം ഊറുക എന്ന് പറയില്ലേ, അതാണ് മൗത്ത് വാട്ടേർഡ് എന്ന് പറയുന്നത്. വിൽ എനിബഡി സീ ഹർ, ആരെങ്കിലും ആ അമ്മയാനെ കാണുമോ. വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്, ആ കേക്ക് മുഴുവനായിട്ട് അമ്മ കഴിക്കുമോ, ആ ഒരു മദർ എലിഫൻറ്റ് കഴിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. അപ്പോൾ ആ ഒരു മദർ എലിഫൻറ്റ് എന്ത് ചെയ്തു, ആ ഒരു പാക്കറ്റ് തുറന്നു. അലാസ്, കഷ്ടം. അലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഷ്ടം. ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്. ഈ ഒരു പാക്കറ്റിൽ എന്താണ്, ആകെ ഒരു കഷ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. വൺ പീസ് ലെഫ്റ്റ്, ഒരു കഷ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. വേർ ആർ ദ അതർ പീസസ്, ബാക്കിയുള്ള പീസസൊക്കെ എവിടെ പോയി. ഹൂ എയ്റ്റ് ദം, ആരാണിതൊക്കെ കഴിച്ചത്. എനിവേ ഐ വിൽ ഈറ്റ് ദിസ്, എന്തായാലും ഇനി ആകെ ഒരു പീസല്ലേ ഉള്ളൂ. ഐ വിൽ ഈറ്റ് ദിസ്, ഇത് ഞാൻ കഴിക്കാൻ പോവാണ്. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. അപ്പോൾ അമ്മേനെ എന്ത് ചെയ്തു, ആ ഒരു പാക്കറ്റിൽ നിന്ന് അവസാനമായിട്ടുള്ള ആ ഒരു കഷ്ണം എടുത്തു. ഗോട്ട് യു, സഡൻലി ഷീ ഹേർഡ് എ വോയിസ്. പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഷീ ഹേർഡ് എ വോയിസ്, അമ്മേനെ ഒരു ശബ്ദം കേട്ടു. ഗോട്ട് യു, സഡൻലി ദ മദർ എലഫൻറ്റ് ഹേർഡ് എ വോയിസ്. ഹൂ സെഡ് ദാറ്റ്. അപ്പം പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ശബ്ദം അമ്മേനെ കേൾക്കുന്നുണ്ട്. അത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അത് കുട്ടികളായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. ദ മദർ എലഫൻറ്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ. അപ്പം എന്താണ്, ഇരുട്ടത്താണ് വന്ന് നോക്കിയിട്ടുള്ളത് അല്ലേ, കേക്ക് എടുക്കാനായിട്ട്. അപ്പം അമ്മ എന്ത് ചെയ്തു, ടേൺഡ് ദ ലൈറ്റ് ഓൺ, ലൈറ്റൊക്കെ ഓൺ ചെയ്തു. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വേർ അണ്ടർ ദ ടേബിൾ. അപ്പം അച്ഛനും കുട്ടികളും എവിടെയാണുള്ളത്, ടേബിളിൻ്റെ അടിയിലായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ. ദേ വേർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്, അവരെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഓൾ ഹിയർ, ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. അപ്പം അമ്മ പറയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ. ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്, ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊന്ന് പരിങ്ങിക്കൊണ്ടാണ് അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ് എന്ന് പറയുന്നത്. ഞാൻ
ഞാനിങ്ങോട്ട് വന്നത് കള്ളന്മാരെ പിടിക്കാനാണ് എന്ന് പറയാണ്. കാരണം അമ്മ എന്തിനാണ് വന്നത് ശരിക്ക്? കേക്ക് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അതൊന്ന് കഴിച്ചു നോക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അമ്മ വന്നത് അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ അമ്മ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ ഇവിടെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന്. തീവ്സ് എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് കേട്ടോ. ദ മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. ഷൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം, സ്മൈൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അപ്പം ഷൈ സ്മൈലാണ്, നാണത്തോടു കൂടിയുള്ള പുഞ്ചിരി. അതെന്തുകൊണ്ടാണ്? അമ്മ ശരിക്കും കേക്ക് വെക്കാൻ വന്നതാണ്. അപ്പം അമ്മ പിടിക്കപ്പെട്ടു, അതുകൊണ്ടാണ് അമ്മ പറയുന്നത്. ഒരു നാണത്തോടു കൂടിയുള്ള പുഞ്ചിരിയോടുകൂടി അമ്മ പറയുകയാണ്, എന്താണ്, ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണെന്ന് അല്ലേ. ബട്ട് വി കോട്ട് ദ തീഫ്. ഡെല്ല ലാഫ്റ്റ് അലൗഡ്. ലാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചിരിച്ചു. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ. അപ്പോൾ ഡെല്ല ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, പക്ഷേ വി കോട്ട് ദ തീഫ്, ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. ആരെയാണ്? അമ്മേനെയാണല്ലേ. വാട്ട് വിൽ ദ മദർ ഡു നൗ? ഇപ്പോൾ മദർ എന്തായിരിക്കും ചെയ്യാമെന്നാണ് ചോദ്യം. മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ആ ഒരു അവസാനമുള്ള ആ ഒരു കേക്കിൻ്റെ പീസ് ഒരു പുഞ്ചിരിയോടുകൂടി കഴിച്ചു. മോം, ഡോണ്ട് യു വോണ്ട് ടു ബി തിൻ? ആസ്ക്ഡ് ദ ബേബി എലഫൻറ്റ്. അപ്പോൾ ബേബി എലഫൻറ്റ് ചോദിക്കുകയാണ്, എന്താണ്, ഡോണ്ട് യു വോണ്ട് ടു ബി തിൻ? അമ്മയ്ക്ക് മെലിയണ്ടേ? യെസ്, ഓഫ് കോഴ്സ്. അപ്പം അമ്മ പറയാണ്, തീർച്ചയായും, വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ. നമ്മൾ ഇന്ന് കേക്ക് കഴിക്കും. ആൻഡ് ടുമോറോ, പക്ഷേ നാളെ എന്താണ്? വി വിൽ വർക്ക് ഔട്ട് ഈവൻ ഹാർഡർ. നാളെ നമ്മൾ ഇതിലും കഠിനമായിട്ട്, ഹാർഡർ മീൻസ് ഈവൻ ഹാർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ചെയ്യുന്നതിലും കഠിനമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ദ മദർ സെറ്റ്, അമ്മ പറഞ്ഞു. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി സെറ്റ് ദ ബേബി എലഫൻറ്റ്. അപ്പോൾ ബേബി എലഫൻറ്റ് പറയാണ്, കേക്കാണ് എൻ്റെ എനർജിയുടെ രഹസ്യം എന്ന്. എന്താണ്? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്താ പറയുന്നത് ബേബി എലഫൻറ്റ്? കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പോൾ അത് കേട്ടപ്പോൾ എവ്രി വൺ ലാഫ്റ്റ് ആൻഡ് വെൻ ടു ബെഡ്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പിന്നെ വെൻ ടു ബെഡ്, എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇഫ് യു മീറ്റ് ആൻ എലഫൻറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോമുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.